ഹേ ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കളറിങ്ങിനെ കുറിച്ചാണ്. ശരിക്കും ഹെയർ കളർ ചെയ്ത് നമ്മൾ ഹെയർ ഡാമേജ് ആവും. ആൻഡ് ഞാൻ ഒരുപാട് ഹെയർ കളറിങ് ചെയ്തിട്ടുണ്ട്. വിത്തിൻ ദിസ് 2 years കുറച്ചധികം ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് മീ ഷെയർ മൈ എക്സ്പീരിയൻസ്. ഇത് ഓരോരാൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഹൗ ഇറ്റ് എഫക്റ്റ് അവർ ഹെയർ എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ ആദ്യം ഹെയർ കളർ ചെയ്യുന്നത് അറൗണ്ട് ഞാൻ കോളേജിനൊക്കെ പോകുന്നതിന്റെ മുമ്പ് ഒരു 4 to 5 years ബാക്ക് ആയിരുന്നു. അത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തതായിരുന്നു ഹെയർ കളറിങ്. ഗാനിയ, സ്ട്രീക്സ്, ഇങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിന്റെ ഹെയർ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാനൊരു കാരമൽ ബ്രൗൺ ആ ഒരു ഷെയ്ഡിലുള്ള ഹെയർ കളറിങ് ആണ് ചെയ്തിട്ടുണ്ടായത്. പിക്ചർ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. ആ സമയത്ത് ഐ ഡിഡ്ന്റ് ഹാവ് എനി പ്രോബ്ലം. എൻ്റെ ഹെയർ ഈസ് എക്സ്ട്രീംലി സ്മൂത്ത് ആണ്. എൻ്റെ ഹെയർ ഓൾറെഡി ഭയങ്കര സ്മൂത്ത് ആണ്. എൻ്റെ ഹെയർ എങ്ങനെയെങ്കിലും ചുരുട്ടിയ പോലെ നിൽക്കില്ല, നീട്ടിയ പോലെ ഓൾവേസ് സ്ട്രെയിറ്റ് ആണ്. എനിക്ക് എങ്ങനെയും കേൾ ചെയ്യാനോ സ്റ്റൈൽ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു ഹെയർ ആണ് എൻ്റെ. ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ആഫ്റ്റർ കളറിങ് ഓൾസോ. ആ ഒരു പോസിറ്റീവ് കോൺഫിഡൻസ് ആണ് പിന്നീട് ഹെയർ കളർ ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രചോദനമായിട്ട് ഉണ്ടായത്. ആൻഡ് ഐ വാസ് നോട്ട് എ പേഴ്സൺ ഗോ ടു സാലോൺ, അങ്ങനൊന്നും പോകുന്ന ഒരാളല്ലായിരുന്നു. റീസെന്റ് എനിക്ക് കൊളാപ്സ് കിട്ടുമ്പോൾ ഞാൻ ആദ്യമായിട്ട് സലോണിൽ പോകുന്നത് തന്നെ. അതിനുശേഷം ഐ ഹാവ് ഡൺ പ്രോട്ടീൻ സ്പാ ഇൻ ഹെയർ. ഇറ്റ്സ് സോ ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ് ആണ് നിങ്ങളുടെ ഹെയറിന്. നിങ്ങളുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഡു ഫോർ യുവർ ഹെയർ. ആൻഡ് ഞാൻ ഒരുപാട് ഹെയർ കട്ടൊക്കെ അവിടെ നിന്ന് ചെയ്യാറുണ്ട്. സാധാരണ ഞാൻ ചെയ്യാറ് അതുവരെ കൊളാബറേഷൻസ് കിട്ടുന്നവരെ ഞാൻ സ്വന്തമായിട്ടാണ് എൻ്റെ ഹെയർ കട്ട്സ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഓക്കെ, അപ്പൊ ആ ഹെയർ കളേഴ്സ് എന്നൊക്കെ പറയുന്നത് വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഫോയിൽ യൂസ് ചെയ്തിട്ടും എല്ലാണ്ടും ചെയ്ത ഹെയർ കളേഴ്സ് ആയിരുന്നു. അതിൽ എനിക്ക് ഒരു ഡാമേജും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോൾ വീണ്ടും ചെയ്തായിരുന്നു. നത്തിങ് എൻ്റെ സ്കിന്നിന്റെ ടെക്സ്ചറിനോ ഹെയർ ഫോളോ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ യൂസ് ചെയ്തത് സ്ട്രീക്സ് ആൻഡ് ഗാർണിയർ ബ്രാൻഡിന്റെ ഹെയർ കളേഴ്സ് ആയിരുന്നു. അതിനുശേഷം ഐ ഗോട്ട് എ കൊളാബറേഷൻ ഫ്രം ടോണി ആൻഡ് ഗൈ. അപ്പൊ അവിടെ പോയി ഐ വാസ് ഞാൻ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഹെയർ കളർ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ബട്ട് വെൻ ഐ ഗോ ദർ, അവിടെ പോയതിന് ശേഷം അവരിങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു കോംപ്ലക്ഷൻ ഇതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ ദേ ഷോ മീ ദിസ് ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് അത്. അപ്പൊ ഐ വാസ് ഇൻ ഒന്നാമത് ടെൻഷനിലായിരുന്നു. ഞാൻ ഒറ്റക്കാ പോയത്. ഐ വാസ് സ്റ്റാർട്ടിങ് ഒരു ടൈമിലായിരുന്നു എനിക്ക് ഈ കൊളാബറേഷൻ കിട്ടിയിട്ടുണ്ടായത്. ഐ വെന്റ് ദർ, അവരിത് കാണിച്ചിട്ട് പറഞ്ഞു ഈ ഒരു കളർ ചെയ്യാം, പക്ഷെ ബ്ലീച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ബ്ലീച്ച് ചെയ്താൽ ഈ കളർ കാണുന്നില്ല രീതിയിൽ. ഐ വാസ് ചെയ്തു, എന്താ ഞാൻ ഓൾറെഡി കളർ ചെയ്തതാണ്, എനിക്ക് പരിചയമുണ്ട്. ബ്ലീച്ച് ചെയ്തു. എനിക്ക് ആകെ അറിയുന്നത് ഉണ്ടായത് ആ സമയത്ത് നമ്മൾ ഫേസ് ബ്ലീച്ച് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഈ കല്യാണത്തിന്റെ സമയത്തൊക്കെ കുറെ ആൾക്കാരെ ഫേസ് ബ്ലീച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഫേസ് ബ്ലീച്ച് ചെയ്യുന്നത് ഇറ്റ്സ് ഫൈൻ, എന്താ കുഴപ്പമില്ലേ, ഞാൻ ചെയ്തു. അങ്ങനെ ഹെയർ കളർ ചെയ്തു. ദിസ് വാസ് മൈ ഹെയർ കളർ ആ ടൈമിൽ. ഇതായിരുന്നു എൻ്റെ ഹെയർ കളർ. ഞാൻ ഇടയ്ക്ക് എന്തൊക്കെയൊക്കെ ചെയ്യും കേട്ടോ. അത് എനിക്ക് വീഡിയോ എടുത്ത് ഹൗ ഡു ഐ ലുക്ക് എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ചെയ്തു. ചെയ്ത് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ ഐ ഫെൽറ്റ് മൈ ഹെയർ ഫീൽ സോ ഡ്രൈ. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി അവർ യൂസ് ചെയ്ത ഷാംപൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ എൻ്റെ ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. വന്നപ്പോ എല്ലാരും വന്ന്, എന്താ മോളെ മുടി നരച്ചാ, നീ ഇപ്പളെ നരപ്പിച്ചാ, ഈ മുടിയൊക്കെ നരച്ചിട്ട് നമ്മളൊക്കെ കളർ ചെയ്യുന്നു ബ്ലാക്ക് ഒക്കെ, നീ ഇങ്ങനെ നരച്ചാ, ഇത്ര ചെറുപ്പത്തിൽ നരച്ചാ. അങ്ങ് ദേഷ്യം അങ്ങ് വരും. പക്ഷെ ഞാൻ കുറെ ആളൊക്കെ നല്ല മറുപടി പറയും കേട്ടോ. ഞാൻ പറയും, നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഹെയർ കളർ ചെയ്താന്ന് കണ്ട മനസ്സിലാവും. ആൻഡ് ഇത് വെള്ളയല്ല, ഇത് ബ്ലോണ്ടാണ്. എനിക്ക് ഉള്ളിലൊരു സങ്കടം ഉണ്ടെങ്കിലും ഐ വിൽ സേ ഇത് ബ്ലോണ്ടാണ്, അല്ലാണ്ട് വെളുപ്പിച്ചോന്നല്ല എന്നുള്ള രീതിയിൽ ഐ യൂസ് ടു ടോക്ക്. എന്നിട്ട് അതിന് ഭയങ്കര ഇങ്ങനെ ഒരാൾ എന്താ മോളെ മുടി നരച്ചാ വെച്ച് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ വാട്ട് ഐ ഡിഡ് വാസ് ഞാനൊരു സ്ട്രീക്സിന്റെ ബ്രൗൺ കളർ വാങ്ങി ഐ ഡൈഡ് ഇറ്റ്. ഞാൻ സ്വന്തമായി ചെയ്തു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഈസ് ഇറ്റ് ഈസ് ഗുഡ്. അത് ചെയ്തു. അപ്പൊ കുറച്ച് ആ ബ്രൗൺ ഞാൻ ഉദ്ദേശിച്ച ബ്രൗൺ അല്ലായിരുന്നു. ഓൾറെഡി ബ്ലീച്ച് ഹെയറിന്റെ മേലെ ആ ബ്രൗൺ ചെയ്യുമ്പോൾ യു ക്യാൻ ഇമാജിൻ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടാണ് കണ്ടോണ്ടിരുന്നത്. എന്തോ ഒരു വൃത്തികെട്ട കളറായി. അപ്പൊ പിന്നെ ആ കളർ പോയിപ്പിക്കണം എന്നായി. പക്ഷെ അതൊരു ടെമ്പററി ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ കുറെ ഷാമ്പൂ ഒക്കെ ഇട്ടപ്പോൾ അത് കുറച്ച് ലൈറ്റ് ആയി. ആൻഡ് ഇറ്റ് വാസ് ഫൈൻ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ദ റിയൽ ഇഷ്യൂ സ്റ്റാർട്ടഡ്. എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാകാൻ തുടങ്ങി. ഹെയർ ഫോൾ മീൻസ് ഭയങ്കര മോശം ഹെയർ ഫോൾ.
ലൈക്ക് നന്നായി മുടി കൊഴിയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മുടിൻ്റെ വോളിയം ഫുൾ ഓൾറെഡി എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പോൾ ഓൾറെഡി വോളിയം കാണിക്കൂല ഹെയറിന്. അതിൻ്റെ കൂടെ ഇത് നന്നായി ഹെയർ ഫോൾ ഉണ്ടാവാൻ തുടങ്ങി. എൻ്റെ മുടിൻ്റെ ടെക്സ്ചർ ഫുള്ളി മാറി. എൻ്റെ ഹോൾ ഫാമിലിയിൽ എനിക്ക് മാത്രമേ ലൈക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ഓഫ് ഹെയർ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അറിയാം എൻ്റെ ഹെയറിന്റെ ടെക്സ്ചർ. അപ്പൊ ഉമ്മാമ അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് എങ്ങനെ മുടി ഉണ്ടായ പെണ്ണായിരുന്നു, ഇപ്പൊ ചകിരി പോലെ ആയി മുടി, എന്താന്ന് ചെയ്യുന്നത്, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിനൊക്കെ പറഞ്ഞ് ഫുള്ള്. അപ്പൊ എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഐ വാസ് ലൈക്ക്, ഇല്ല ഉമ്മ നേർക്ക് തൊട്ടോക്കെ, അത് ഷാമ്പൂ ഇടായിട്ട്, അത് ഇങ്ങനെ എണ്ണ തേക്കായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഐ യൂസ് ടു ലൈക്ക് എന്നെ തന്നെ സമാധാനിപ്പിക്കും. അവരെ മുമ്പിൽ ഞാൻ എനിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടുള്ള എന്ന രീതിയിൽ കാണിക്കുകയും ചെയ്യായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി എഫക്റ്റിംഗ്. എൻ്റെ ഹെയർ ടെക്സ്ചർ വാസ് റിയലി എഫക്റ്റഡ്. എന്താ പറയാ, പണി കിട്ടി. അതിൽ എനിക്ക് മനസ്സിലായത് വാട്ട് ഐ തോട്ട് ലൈക്ക് ഈ കളർ പോവായിരിക്കും, പോയിട്ട് വരും. ചാറ്റ് നോക്കിയപ്പോഴാണ് ബുദ്ധിയില്ലാതെ എനിക്ക് മനസ്സിലായത് ബ്ലീച്ച് ചെയ്തത് പോവില്ല. ഇറ്റ്സ് ഓൾവേസ് ബി ബ്ലീച്ച്ഡ് ഹെയർ. ഇനി നമ്മൾ മുടി വളർന്ന് മുറിച്ച് ആ ബ്ലീച്ച് ചെയ്ത് എല്ലാ പാർട്ടും മുറിച്ച് കളഞ്ഞാൽ മാത്രമേ ബ്ലീച്ച് ഹെയറിന്റെ ആ ഒരു ബ്ലീച്ച്ഡ് ചെയ്ത പാർട്ട് പോവുള്ളൂ, അല്ലാണ്ട് ഇത് പോവില്ല. ഇറ്റ് വാസ് ലൈക്ക് ലിറ്ററലി സാഡ്. ഞാൻ എൻ്റെ മുടി കൊണ്ടുപോയി നശിപ്പിച്ചല്ലോ എന്ന രീതിയിൽ ഐ വാസ് ലൈക്ക് വെരി 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 സാഡ്. പക്ഷേ പിന്നെ ഞാൻ ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് യൂസിങ് ലൈക്ക് കുറേ ഷാംപൂസ്, ഹെയർ ഓയിൽസ്. ഞാൻ ഹെയർ ഇങ്ങനെ ഓയിൽ ചെയ്യാറേ ഇല്ലാത്തൊരു പേഴ്സൺ ആയിരുന്നു. ഐ ഗോ ടു ഹെയർ ഓയിലിംഗ് വീട്ടിൽ നിന്ന് തന്നെ. അതായത് ഇന്ത്യ വൈൽഡിൻ്റെ ഹെയർ ഓയിൽ ഇല്ലേ, അത് യൂസ് ചെയ്യുമായിരുന്നു. ആൻഡ് ഞാൻ പാൻറ്റീൻ്റെ ഷാംപൂ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ് ഹാസ് സൾഫേറ്റ്, നമ്മളുടെ ഹെയർ കുറച്ചും കൂടി ഭയങ്കര ഡ്രൈ ആകും. ബട്ട് പാൻറ്റീൻ്റെ സ്മൂത്ത് മറ്റേ കണ്ടീഷണർ ഉണ്ട്, ഇറ്റ് വാസ് റിയലി ഗുഡ് ഫോർ മീ. അങ്ങനെയായിരുന്നു എൻ്റെ ഇഷ്യൂസ് ഉണ്ടായത്. ആൻഡ് കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഈ മാട്രിക്സിൻ്റെ കണ്ടീഷണറും മാട്രിക്സിൻ്റെ തന്നെ ഷാംപൂ ആണ്. ലൈക്ക് ഹെയർ ഫ്രിസ് ഫ്രീ ആവുന്നുണ്ട്. ലൈക്ക് ഭയങ്കര ഫ്രിസ് ആയിരുന്നു, ഇപ്പൊ ലൈക്ക് യു ക്യാൻ സീ അത്ര ഫ്രിസ് ഇല്ല, ഫ്രിസ് കൺട്രോൾ ആവുന്നുണ്ട്. ആൻഡ് ഹെയർ ഫോൾ ഓൾസോ, ഹെയർ ഫോൾ ഞാൻ ഇടയ്ക്ക് ഷാംപൂ സ്വിച്ച് ചെയ്യാറുണ്ട്. ഐ യൂസ് ലൈക്ക് വിഷ് കെയറിന്റെ ഹെയർ സെറം യൂസ് ചെയ്യുന്നുണ്ട്. വിഷ് കെയറിന്റെ ഹെയർ ഫോൾ ആൻറ്റി ലൈക്ക് ഹെയർ ഫോൾ തടയാനുള്ള ഷാംപൂ ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ വർക്കിംഗ് ഫോർ മീ. കാരണം അമ്മാതിരി ഹെയർ ഫോൾ ആയിരുന്നു, എന്നാലും ഇപ്പോഴും നല്ല ഹെയർ ഫോൾ ഉണ്ട്, ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബെറ്റർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, യു ക്യാൻ കളർ യുവർ ഹെയർ. അത് നിങ്ങളുടെ ഹെയറിനെ ഡാമേജ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ഐ ട്രൈഡ് ഇറ്റ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല സമയത്ത്. ഐ യൂസ് സ്ട്രീക്സ് ആൻഡ് ഗാർണിയർ, ഐ ടോൾഡ് യു. ലൈക്ക് വേറൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് റിയലി ഗുഡ് ഫോർ മീ. എൻ്റെ ഹെയർ ടെക്സ്ചറിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല, പക്ഷെ കളർ വാസ് ദെയർ. ബട്ട് നെവർ ബ്ലീച്ച് യുവർ ഹെയർ. എനിക്ക് പറ്റിയതോ പറ്റി, പക്ഷേ ഡോണ്ട് ഡു ഇറ്റ്. എന്ത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിലും ഡോണ്ട് ബ്ലീച്ച് യുവർ ഹെയർ. ഇറ്റ്സ് ഗോണ ഡാമേജ് യുവർ ഹെയർ. 10% ഷുവർ ആണ് അത് നിങ്ങളുടെ ഹെയറിനെ ഡാമേജ് ചെയ്യും. എന്താണ് മാക്സിമം നിങ്ങൾ ഹെയർ കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്ലീച്ച് വേണ്ടാത്ത ഹെയർ കളറിങ് ചെയ്യാം. ബ്ലീച്ച് ചെയ്താൽ നിങ്ങളുടെ പിന്നെ നിങ്ങൾക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല അതിൽ നിന്ന്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളതാണ്, ഡു നോട്ട് ലൈക്ക് യൂസ് ഡു കെരാട്ടിനോ ഇല്ലെങ്കിൽ ബോട്ടോക്സ് ഇങ്ങനത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ഐ ഹാവ് സം ഇങ്ങനെ കൊളാബറേഷൻ ഒക്കെ ചെയ്ത് ഐ ഹാവ് മെനി ഹെയർ സ്റ്റൈലിസ്റ്റ് ഫ്രണ്ട്സ്. അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ലൈക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വരുന്ന മുടി നമ്മൾ കേളായിട്ടോ നമ്മൾ ഒറിജിനൽ ടെക്സ്ചറിലേക്ക് വന്നു ഭയങ്കര ബോറാണ്. പിന്നെ നമ്മളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഗോൺ. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഷാംപൂസ് ആർ വെരി 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 എക്സ്പെൻസീവ്. പിന്നെ നിങ്ങളെ മുടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ നിന്ന് ഒന്ന് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയറിൽ ഇപ്പോൾ ഫ്രിസോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഐ ഡിഡ് ആൻഡ് വാട്ട് ഐ ഫെൽ ഗുഡ് ഇസ് പ്രോട്ടീൻ ഹെയർ സ്പാ. ഒന്നുമില്ല, ലൈക്ക് പ്രോട്ടീൻ ഹെയർ സ്പാ, നമ്മൾ ഹെയർ സ്ട്രാൻഡ്സിന് പ്രോട്ടീൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. അത് യൂസ് ചെയ്ത് എൻ്റെ ഹെയർ എനിക്ക് എൻ്റെ പണ്ടത്തെ ഹെയറിലെ രീതിയിലേക്ക് തിരിച്ചു കിട്ടും. അതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായത്. ലൈക്ക് ഞാൻ തലശ്ശേരിയാണ്, ഐ വാസ് BSc നഴ്സിംഗ് സ്റ്റുഡൻറ്റ് ഇൻ തലശ്ശേരി. അപ്പോൾ
ഞാൻ അവിടെ ചെയ്തിട്ടത് റിവ്യ പറഞ്ഞൊരു സലൂൺ ഉണ്ട്. ദാറ്റ് ഓണർ ഈസ് എ ജം. ഷീസ് മഷാല മഷാല ഷീസ് സോ ഗുഡ്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായി ലൈക്ക് പ്രോട്ടീൻ ഹെയർ സ്പാ ചെയ്യുന്നത് കൊളാബറേഷൻ്റെ പാർട്ടായിട്ട്. ഷീ ലവ്ഡ് മീ. ഷീ സെഡ് എന്താവശ്യം ഉണ്ടെങ്കിൽ എപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. അവിടെ നിന്ന് ഞാൻ 2 പ്രാവശ്യം പ്രോട്ടീൻ ഹെയർ സ്പാ ചെയ്തിരുന്നു. ഇറ്റ് ഈസ് റിയലി ഗുഡ്. അപ്പോൾ ദാറ്റ് ഈസ് മൈ ഹെയർ കളർ സ്റ്റോറി. ഇതാണ് എൻ്റെ ഉപദേശങ്ങൾ. I don't know like how do I look in the video. Like I'm very conscious about my looks and mutton face അതൊക്കെ. അപ്പോൾ that's my hair story. ഇപ്പോൾ if I love my hair currently, but it was really tragic. ഇതും പോലെ അല്ലായിരുന്നു എൻ്റെ ഹെയർ ടെക്സ്ചർ എന്ന് പറയുന്നത്. മൈ ഹെയർ ടെക്സ്ചർ വാസ് സോ ബ്യൂട്ടിഫുൾ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, യു ക്യാൻ സീ. ബട്ട് എന്നാലും ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ബട്ടറിൽ തൊടുന്ന പോലെയായിരുന്നു എൻ്റെ ഹെയർ. അത് തിരിച്ചു വരും. ഐ ന്യൂ ഐ എം ഡൂയിങ് ഇറ്റ്, ബട്ട് ഡോണ്ട് റിപ്പീറ്റ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, താങ്ക്സ്. ബൈ.